പ്രദോഷം എന്ന് പറയുന്നത് മഹാദേവനുള്ളതാണ്. മഹാദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രദോഷം നോൽക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രദോഷത്തിന്റെ അർത്ഥം തന്നെ ദോഷങ്ങളെ ഇല്ലാതാക്കുക എന്നാണ്. അപ്പോൾ ദോഷങ്ങളൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഗുണങ്ങളാണ് ഉണ്ടാകുക. സമ്പത്തും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും സന്താനലബ്ധിയും എല്ലാം നൽകിയിട്ട് മഹാദേവൻ അനുഗ്രഹിക്കും എന്നാണ് പറയുക. അപ്പോൾ ഈ പ്രദോഷം നോൽക്കുന്നത് എല്ലാ മാസവും ത്രയോദശി തിഥികൾ വരുമല്ലോ. ഈ ത്രയോദശിയിലെ വൈകുന്നേരത്തെ ആ സന്ധ്യാസമയത്തിനെയാണ് പ്രദോഷം എന്ന് പറയുക. അതായത് അസ്തമയത്തിന് മുമ്പും പിമ്പും ഉള്ള 3:45 നാഴിക പ്രദോഷമായിട്ട് ആചരിക്കേണ്ടത്. അപ്പോൾ സാധാരണ രാവിലെ മുതലേ സന്ധ്യാസമയം വരെയാണ് പ്രദോഷം ആചരിക്കുക കേട്ടോ, വ്രതം എടുക്കുക. എന്നിട്ട് വൈകിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന്, അതായത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും നേദ്യങ്ങൾ, ഇപ്പോൾ കരിക്കോ എന്തെങ്കിലും ഭഗവാന് നേദിച്ചത് കഴിച്ചുകൊണ്ട് വേണം, സേവിച്ചുകൊണ്ട് വേണം വ്രതം അവസാനിപ്പിക്കേണ്ടതായിട്ടെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയാണ് പ്രദോഷം നോൽക്കുന്നത് കേട്ടോ. കുബേരനൊക്കെ 12